വെൽക്കം ബാക്ക് ടു വിങ് ബാക്ക് സ്റ്റോറീസ്. അങ്ങനെ സിറ്റി ഒരു കിരീടം കൂടി നേടിയിരിക്കുകയാണ്. അവരുടെ 9ാമത്തെ കരബാവ് കപ്പാണ് അവർ ഇന്നലെ ആഴ്സണലിനെ തോൽപ്പിച്ചിട്ട്, അതും ലീഗ് ലീഡേഴ്സ് ആയിട്ടുള്ള ആഴ്സണലിനെ തോൽപ്പിച്ചിട്ട് നേടിയിട്ടുള്ളത്. ഈ ബിഗ് മാച്ചസിലേക്ക് വരുമ്പോൾ ഒരു ടീം അല്ലെങ്കിൽ ഒരു കോച്ച് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു അബ്സല്യൂട്ട് മാസ്റ്റർ ക്ലാസ് ആണ് ഇന്നലെ പെപ്പ് തൻ്റെ മുന്നത്തെ ശിഷ്യനായിട്ടുള്ള ആർട്ടറ്റയുടെ മുമ്പിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ആ ഒരു ബിഗ് മാച്ചിലേക്ക് വരുമ്പോൾ ബിഗ് പ്ലെയേഴ്സിന് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ടാക്ടിക്കൽ ബ്രില്യൻസ്, ഇതെല്ലാം സിറ്റിയുടെ ഭാഗത്തുനിന്ന് നമ്മൾ ഇന്നലത്തെ കളിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ആഴ്സണലിനാണെങ്കിൽ അവർ വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് ഈ ഒരു ഗെയിമിലായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് എന്തോ പേടിച്ച് കളിക്കുന്ന പോലെ നമ്മൾ ലീഗിൽ കാണുന്ന രീതിയിൽ ഫ്ലൈയിങ് ആയിട്ടുള്ള ഒരു ആഴ്സണലിനെ അല്ല കണ്ടിട്ടുണ്ടായിരുന്നത്. അവർക്ക് പൊസിഷൻ കാര്യമായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല, ബോൾ പ്രോഗ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈവൻ അവർ അറ്റാക്കേഴ്സ് ആണെങ്കിലും വളരെ സ്ലോ ആയിരുന്നു കളിയിൽ ബോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ. എങ്ങനെയാണ് പ്രോപ്പറായിട്ട് അറ്റാക്ക് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു സാഹചര്യത്തിൽ ഇങ്ങനെ ഈ ഒരു രീതിയിൽ കളീനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഫൈനലിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പോസിഷൻ നിൽക്കുന്നത് അത്രയും ആരാണെന്ന് നോക്കണം. അതായത് മാൻ സിറ്റിയാണ്. അവർക്ക് ഒരുപാട് ഫൈനലുകൾ അവർ കളിച്ചിട്ടുണ്ട്, കപ്പുകൾ നേടി തഴമ്പ് വന്നിട്ടുള്ള ഒരുപാട് പ്ലെയേഴ്സ് അവരുടെ നിരയിലുണ്ട്. അതുകൊണ്ട് തന്നെ യൂത്തിൻ്റെ ഒരു മിക്സും ഉണ്ട് അവരുടെ ഒരു നിരയിൽ. ആദ്യമായിട്ട് കപ്പ് ഫൈനൽ കാര്യങ്ങളെല്ലാം കളിക്കുന്നവർ. ഇതിലെല്ലാം പോരാഞ്ഞിട്ട് പെപ്പ് ഗാർഡിയോള അവിടെ ഉണ്ട്. അദ്ദേഹത്തിനാണെങ്കിൽ കപ്പടിച്ചിട്ട് പദം വന്നിട്ടുള്ള ഒരു മാനേജറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു ടാക്ടിക്കൽ ബ്രില്യൻസും അല്ലെങ്കിൽ അവിടെ ആ ടീമിന് കൊടുക്കുന്ന ഒരു എനർജിയും ഇതെല്ലാം നമുക്ക് കളിയിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. സിറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു ട്രെയിനിങ് ഗ്രൗണ്ട് എക്സസൈസ് പോലെയാണ് ഈ ഒരു ഗെയിം പല സമയത്തും കളിക്കുന്നുണ്ടായിരുന്നത്. ഈവൻ ആഴ്സണലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഭയങ്കരമായിട്ട് പേടിച്ച് കളിക്കുന്നത്, എന്തോ അവർക്ക് വലിയൊരു ടാസ്ക്കാണ് അവരുടെ മുമ്പിലുള്ളത് എന്നുള്ള രീതിയിൽ ഒരു ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള ഒരു കളി ആഴ്സണലിൻ്റെ ഭാഗത്ത് നിന്ന് കാണുന്നുണ്ടായിരുന്നില്ല. അവർ ബോൾ പ്രോഗ്രസ് ചെയ്യുമ്പോൾ പോലും അവരുടെ പ്ലെയേഴ്സിൽ നിന്ന് ആ ഒരു ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ആ ഒരു നല്ല രീതിയിൽ ബോൾ പ്രോഗ്രസ് ചെയ്ത് കണക്ട് ചെയ്ത് കളിക്കുന്ന വളരെ ടൈറ്റ് സിറ്റുവേഷൻസിലാണെങ്കിലും കണക്ട് ചെയ്ത് ബോൾ പ്രോഗ്രസ് ചെയ്തിട്ട് ഓപ്പൺ പ്ലേയിൽ തന്നെ ഗോൾ സ്കോറിങ് ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളെല്ലാം ആഴ്സണൽ സൃഷ്ടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഈ ഒരു ഫൈനലിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല. വളരെ പേടിച്ചിട്ടാണ് കളിക്കുന്നുണ്ടായിരുന്നത്. അത് തന്നെ അവരുടെ ആ ഒരു ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് കാര്യങ്ങളിലേക്കൊക്കെ വഴി തെളിച്ചെന്ന് തന്നെ പറയാം. രണ്ട് ടീമിൻ്റെയും സ്റ്റാർട്ടിംഗ് 11 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മേജറായിട്ടുള്ള 1-2 ചേഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നു ഇഞ്ചുറീസ് മൂലം രണ്ട് ടീമിൻ്റെ ഭാഗത്തുനിന്നാണെങ്കിലും. ഇപ്പോൾ ആഴ്സണലിൻ്റെ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കെപ്പയായിരുന്നു ഗോളിലുണ്ടായിരുന്നത്. ഈ ഒരു ലീഗ് കപ്പിൻ്റെ ആ ഒരു ക്യാമ്പയിനിൽ മൊത്തം കെപ്പ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം ഡിസേർവിങ് ആയിട്ടുള്ളൊരു പൊസിഷനിൽ തന്നെയാണ് ഉണ്ടായിരുന്നതെന്നാണ് ആർട്ടറ്റയും വിശ്വസിച്ച് പോകുന്നുണ്ടായിരുന്നത്. പക്ഷെ നമുക്കറിയാം ഇങ്ങനെ ഒരു ബിഗ് ഫൈനൽ വരുന്ന സാഹചര്യത്തിൽ ഡേവിഡ് റായ ഓൾറെഡി അവൈലബിൾ ആയിരുന്നു. എന്നിട്ട് പോലും കെപ്പയിൽ അദ്ദേഹം ഒരു വിശ്വാസം കാര്യങ്ങളെല്ലാം സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് 100% പുറത്തെടുക്കാനായിട്ട് കെപ്പയ്ക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കെപ്പ വളരെ നെയ്വായിരുന്നു ഈ ഒരു ഗെയിമിൽ. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആയാലും പിന്നീട് മത്സരം പ്രോഗ്രസ് ചെയ്യുമ്പോഴാണെങ്കിലും ആ ഒരു എന്താ പറയുക, ഒരു പേടിച്ച് കളിക്കുന്ന ഒരു കെപ്പേനാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇനി മത്സരത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ബിഗ് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്ന ആഴ്സണലായിരുന്നു. ആദ്യത്തെ ഒരു 10-15 മിനിറ്റോളം ആഴ്സണൽ നല്ല രീതിയിൽ കളിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 7ാമത്തെ മിനിറ്റിൽ അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. കൈ ഹാവർട്സിനാണ് കിട്ടിയത്. പക്ഷേ ബോൾ കിട്ടിയതിന് ശേഷം വളരെ സ്ലോ ആയിട്ടാണ് ഹാവർട്സ് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കുറച്ചുകൂടി സമയം മുന്നേ ഹാവർട്സിന് അവിടെ ഒരു ഫിനിഷ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ട്രഫോർഡ് നല്ല രീതിയിൽ അത് സേവ് ചെയ്തു. അങ്ങനെ സിറ്റിക്ക് ആ ഒരു അവസരത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു പോകുന്നതാണ് കണ്ടത്. പിന്നീട് ഫസ്റ്റ് ഹാഫിൽ വലിയ കാര്യമായിട്ടുള്ള ഒരു ഇവൻറ്റ്സ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 1-2 ടാക്കിൾസ് കാര്യങ്ങളെല്ലാം വന്നിട്ട് ഹിൻകാപ്പിക്കൊക്കെ ഒരു യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഹിൻകാപ്പി വളരെ ഓൾറെഡി കൺസർവേറ്റീവായിട്ടാണ് അവർ കളിക്കുന്നത്. പിന്നീട് ഒന്നുകൂടി കൺസർവേറ്റീവായിട്ട് അവർ പിന്നീടും കളിക്കുന്നതാണ് കളിയിൽ കണ്ടത്. അതെല്ലാം ഇപ്പോൾ സിറ്റിയുടെ നമ്മൾ വിങ്ങിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോക്കും സെമന്യയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെർക്കിയാണ് ആ ഒരു നമ്പർ 10 പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഹാളണ്ട് സ്ട്രൈക്കറായിട്ടും. അപ്പോൾ സെമന്യോയ്ക്കൊക്കെ ഈസി ആയിട്ട് ഹിൻകാപ്പിനെ നല്ല രീതിയിൽ വട്ടം കറക്കാനാണെങ്കിലും ബോൾസ് ക്രോസ് ചെയ്ത് കൊടുക്കാനാണെങ്കിലും ഒക്കെ പറ്റുന്നുണ്ടായിരുന്നു. ആ ഒരു റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നാണ് കൂടുതലും കളി വന്നിട്ടുണ്ടായിരുന്നത് സിറ്റിയുടെ ഭാഗത്തുനിന്ന്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് ഓൾറെഡി തീർന്നിട്ടുണ്ടായിരുന്നു. രണ്ട് ടീമുകളുടെ ഭാഗത്തുനിന്നും ഈ ഒരു 1-2 സ്റ്റാൻസ് അല്ലാതെ വലിയ കാര്യമായിട്ടൊന്നും അറ്റംപ്റ്റ് ഉണ്ടായിരുന്നില്ല. ഈ മത്സരത്തിൽ മൊത്തം നോക്കുകയാണെങ്കിൽ രണ്ട് ടീമും 10 ഷോട്ടുകൾ മാത്രമേ അടിച്ചിട്ടുള്ളൂ. അതിൽ ആഴ്സണലിന് 4 ഓൺ ടാർഗറ്റ് അടിക്കാൻ പറ്റി, സിറ്റിക്ക് 2 ഓൺ ടാർഗറ്റ് അടിക്കാൻ പറ്റി. ആ 2 അവർ ഗോളിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 അടിച്ചിട്ടുണ്ടായിരുന്നത് നിക്കോ റൈലിയാണ്. നിക്കോ റൈലി ലെഫ്റ്റ് ബാക്കായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് മത്സരത്തിൽ. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ കൗണ്ടർ പാർട്ടായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സൈഡിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് സാക്കയായിരുന്നു. പക്ഷേ സാക്ക വളരെ പേടിച്ച് കളിക്കുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു ഫ്ലെയർ കാര്യങ്ങളൊന്നും കളിയിൽ ഉണ്ടായിരുന്നില്ല. കാര്യമായിട്ട് ആഴ്സണലിൻ്റെ 2 വൈഡ് പ്ലെയേഴ്സിൻ്റെ അടുത്തൊന്നും കാര്യമായിട്ടുള്ളൊരു ഇൻപുട്ടോ കാര്യങ്ങളോ ഒന്നും കളിയിൽ വരുന്നില്ല. ട്രൊസാർഡൊക്കെ
എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു പിടി ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഭാഗത്ത്. മറുഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെമന്യായാലും ഡോക്കാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഹാളണ്ടിനെ നല്ല രീതിയിൽ സലീബ ട്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഹാളണ്ടിന് വലിയ കാര്യമായിട്ടൊന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് മറ്റ് പ്ലെയേഴ്സ് അവിടെ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് നോക്കിയാൽ അറിയാം, ഇപ്പോൾ ഈ 2 ഗോളും വന്നിട്ടുണ്ടായിരുന്നത് 60 മിനിറ്റിന് ശേഷമായിരുന്നു. 60ാമത്തെ മിനിറ്റിലും 64ാമത്തെ മിനിറ്റിലാണ്. ആദ്യത്തെ ഗോൾ വന്നിട്ടുണ്ടായിരുന്നത് സിറ്റിയുടെ ആ ഒരു അറ്റാക്ക് റൈറ്റ് സൈഡിലൂടെ പ്രോഗ്രസ് ചെയ്തിട്ട് ചെറുക്കി ഒരു ബോൾ കൊടുത്താണ് പോസ്റ്റിലേക്ക്. അത് ഈസിലി കെപ്പയ്ക്ക് അവിടെ ഹോൾഡ് ചെയ്ത് പിടിക്കാനായിട്ട് പറ്റുമായിരുന്നു, ചാടിയിട്ട് പിടിക്കാനായിട്ട് പറ്റുന്നു. പക്ഷെ അത് കയ്യിൽ കൂടെ സ്ലിപ്പ് ത്രൂ ആണ്. ആ ബോളിലേക്ക് അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് നിക്കോ റൈലിയാണ്. സിമ്പിളായിട്ടൊരു ഹെഡഡ് ഫിനിഷാണ് അവിടെ നേടിയത്. 1-0 എന്നുള്ള രീതിയിൽ ഓൾറെഡി സിറ്റി അവിടെ ലീഡ് എടുത്തു കഴിഞ്ഞു. അതിനുശേഷം അതിലേക്ക് ഒന്നുകൂടി ആണി അടിക്കുന്ന പോലെയാണ് 64ാമത്തെ മിനിറ്റിൽ ഇതേപോലെ തന്നെ സിമിലർ കൈൻഡ് ഓഫ് ഒരു ഗോളാണ് സിറ്റി അടിച്ചിട്ടുണ്ടായിരുന്നത് റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന്. ഇപ്രാവശ്യം മാത്തേഴ്സ് ന്യൂനസ് ആയിരുന്നു ക്രോസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് നിക്കോ റൈലി അവിടെ ഹെഡ് ചെയ്ത് ഗോളാക്കുന്നു. ആ സമയത്ത് നമുക്ക് നോക്കിയറിയാം സിറ്റിയുടെ ഒരുവിധം എല്ലാ പ്ലെയേഴ്സും ആ ഒരു ആർസണലിലെ ബോക്സിലുണ്ടായിരുന്നു. അവിടെ വളരെ പാക്ഡ് ആയിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. ആ ബോളിലേക്ക് ആദ്യം ചാടിയിട്ടുണ്ടായിരുന്ന ഡോക്കും സെമിനിയായിരുന്നു. അതിനുശേഷമാണ് നിക്കോ റൈലി വരുന്നത്. ഒറേലി വരുന്ന സാഹചര്യത്തിൽ സാക്ക ഓൾറെഡി ട്രാക്ക് ചെയ്തിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒറേലിനെ ഹോൾഡ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു മൂവ് തടയാനായിട്ടോ സാക്കയുടെ ഭാഗത്തുനിന്ന് ഒരു അറ്റംപ്റ്റ് നമ്മൾ കണ്ടില്ല. അങ്ങനെ 2-0 എന്നുള്ള രീതിയിൽ സിറ്റി ലീഡ് എടുത്തു. അതുകൂടെ തന്നെ അവർ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കിരീടം അവർക്ക് തന്നെയുള്ളതെന്ന്. ഇങ്ങനെ ആ 2-0 ആ ഒരു ലീഡ് നേടിയപ്പോൾ തന്നെ ആഴ്സണലിൻ്റെ ഉള്ള കോൺഫിഡൻസും മൊത്തത്തിൽ പോയി. അവർ 1-2 സബ്സ്റ്റിറ്റ്യൂഷൻസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മധുവിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഗബ്രിയൽ ജീസസിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ജീസസിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു അറ്റംപ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ 2 സബ്സ്റ്റിറ്റ്യൂട്ട്സ് കമ്പൈൻ ചെയ്തിട്ട് മധുവൊക്കെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് ഒരു ബോൾ ക്രോസ് കൊടുക്കുന്നു. അത് ജീസസ് ഫാർ പോസ്റ്റിലേക്ക് ഹെഡ് ചെയ്തു. പക്ഷേ അത് ക്രോസ് ബാറിൽ തട്ടി പോകുന്നതായിട്ടാണ് കണ്ടത്. ഈ ഒരു മൊമെൻറ്റ് മാത്രമാണ് പിന്നീട് വലിയ കാര്യമായിട്ട് നമുക്ക് എടുത്തു പറയാനായിട്ടുള്ളൂ. അതുപോലെ തന്നെ ഹിൻകാപ്പിയുടെ ആ ഒരു അത്ര നല്ല പ്രകടനം ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് മാറ്റിയിട്ട് കലഫിയറി വന്നിട്ടുണ്ടായിരുന്നു. കലഫിയറുടെ ഒരു അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു 2-3 അറ്റംപ്റ്റ് അല്ലാതെ ആഴ്സണലിൻ്റെ ഭാഗത്ത് നിന്ന് കാര്യമായിട്ട് ട്രഫോർഡിനെ ടെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ പിന്നീട് അറ്റംപ്റ്റ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് ആ ഒരു അവസരം ഉണ്ടായിരുന്നു. കളിയുടെ ആ തുടക്കത്തിൽ ആ ഒരു 7ാമത്തെ മിനിറ്റിൽ ഒരു അവസരം ഉണ്ടായിരുന്നു. അത് ഗോളാക്കാൻ പറ്റിയിരുന്നെങ്കിൽ കളി നല്ല രീതിയിൽ മാറിയിരുന്നു. ഇവിടെയാണ് ഇനി കൂടുതൽ പ്രശ്നങ്ങൾ ഇനി തുടങ്ങാൻ പോകുന്നത് ആർട്ടേറ്റയെ സംബന്ധിച്ച്. അതായത് സീസൺ എൻഡിങ് ആവുകയാണ്. ഇനി കപ്പ് ഫൈനൽസ് കാര്യങ്ങളെല്ലാം ഇനി കൂടുതലായിട്ട് വരും. ആഴ്സണലാണെങ്കിൽ ഓൾറെഡി ചാമ്പ്യൻസ് ലീഗിലേക്ക് ക്വാളിഫിക്കേഷൻ, അതായത് നെക്സ്റ്റ് റൗണ്ടിലേക്ക് ക്വാളിഫിക്കേഷൻ അവർ നേരിട്ടിട്ടുണ്ടായിരുന്നു. ക്വാർട്ടർ ഫൈനലാണ് ഇനി വരുന്നത്. അതുപോലെ തന്നെ FA കപ്പിൽ അവർ ആക്റ്റീവാണ്. ലീഗിൽ അവർ ലീഡിങ് ആണ്. 9 പോയിൻറ്റോളം ലീഡ് ഉണ്ട് ഇപ്പോൾ സിറ്റിയായിട്ട്. പക്ഷേ ഈ ഒരു മത്സരം ഇനി അവരെ എങ്ങനെയൊക്കെ ബാധിക്കും, അല്ലെങ്കിൽ മെൻ്റലി അവരെങ്ങനെയൊക്കെ ബാധിക്കും എന്നുള്ളത് ഇനി വരുന്ന ദിവസങ്ങളാണ് നമുക്കിനി അറിയാൻ പറ്റുക. അതായത് സിറ്റിക്കാണെങ്കിൽ അടുത്ത ഗെയിമുള്ളത് ചെൽസിക്കെതിരെയാണ് ലീഗിലുള്ളത്. അത് ചെൽസിയുടെ ഇപ്പോഴത്തെ ഒരു ഫോമിൽ വെച്ചിട്ട് സിറ്റിക്ക് ജയിക്കാനായിട്ട് പറ്റും. പക്ഷേ നമുക്ക് പറയാനായിട്ട് പറ്റില്ല. പ്രീമിയർ ലീഗിൽ എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു സിറ്റുവേഷനാണ്. അതുകൊണ്ട് തന്നെ സിറ്റിക്ക് എങ്ങാനും ആ ഒരു ഗെയിം ജയിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആഴ്സണലായിട്ടുള്ള ആ ഒരു ഗ്യാപ്പ് അവർക്ക് ക്ലോസ് ഡൗൺ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് അവർക്ക് മാച്ച് വരുന്നത് ആഴ്സണലായിട്ടാണ്. അത് എറ്റിഹാഡിലാണ് വെച്ച് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടും പ്രീമിയർ ലീഗിലെ ടൈറ്റിൽ റേസിനെ എത്രത്തോളം ഇമ്പാക്റ്റ് ചെയ്യുന്നുള്ളതെല്ലാം ഇനിയാണ് ശരിക്കും അറിയാനായിട്ട് പോകുന്നത്. എത്രത്തോളം ആഴ്സണൽ പ്ലേയേഴ്സിന് ആ ഒരു ലീഡ് പ്രൊട്ടക്റ്റ് ചെയ്യാനും ഇവരുടെ ഒരു പ്രീമിയർ ലീഗ് സ്വപ്നം എന്നുള്ള ആ ഒരു കാര്യം അവർക്ക് നേടിയെടുക്കാൻ പറ്റുമോ എന്നുള്ളതെല്ലാം ഇനിയാണ് അറിയാൻ പോകുന്നത്. ഇനി വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമുള്ളത്, ആഴ്സണലാണ് ഇപ്പോൾ ലീഗ് കപ്പിൻ്റെ ആ ഒരു കോമ്പറ്റീഷനിൽ ഏറ്റവും കൂടുതൽ ഫൈനലുകൾ തോറ്റിട്ടായിട്ടുള്ള ടീം. 7 ഫൈനലോളം അവരിപ്പോൾ തോറ്റിട്ടുണ്ട്. അതായത് 93-ലെ കപ്പ് വിന്നിങ്ങിന് ശേഷം അവർ 4 ഫൈനലിൽ തോറ്റിട്ടുണ്ടായിരുന്നു. 2007, 11, 2018, അതുപോലെ ഇപ്പോൾ 2026. 2018-ലും ഇവരെ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്ന സിറ്റി ആയിരുന്നു. അന്ന് 3-0 എന്നുള്ള സ്കോർ ലൈനിലാണ് സിറ്റി തകർത്തിട്ടുണ്ടായിരുന്നത് ആഴ്സണലിനെ. സിറ്റി ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ നല്ലൊരു ഫോമിലൊന്നും അല്ലായിരുന്നു ഉണ്ടായിരുന്നത്. റിയൽ മാഡ്രിഡായിട്ട് 2 ലെഗിലും അവർ തോറ്റിട്ട് ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് എക്സിറ്റ് നേരിട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലീഗിലാണെങ്കിലും വെസ്റ്റ് ഹാമായിട്ട് 1-1 എന്നുള്ള രീതിയിൽ സമനിലയായിട്ടാണ് വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് കോൺഫിഡൻസ് കുറച്ച് കുറവായിരുന്നു. ആഴ്സണലായിരുന്നു ഇവിടെ ബിഗ് ഫേവറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അവർ തന്നെയായിരുന്നു കപ്പടിക്കുന്ന എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബിഗ് മാച്ചസ് വരുമ്പോൾ ഇതുപോലെയുള്ള കോച്ചസും അതുപോലെ തന്നെ ഈ ടൈറ്റിൽ വിൻ ചെയ്തിട്ടുള്ള പ്ലെയേഴ്സും തരുന്നുള്ള ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഈ ഒരു മത്സരത്തിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. സോ ഇനി നെക്സ്റ്റ് ലീഗ് മത്സരങ്ങളിൽ എന്താവും എന്നുള്ളതെല്ലാം നമുക്ക് അടുത്ത ഒരു വീഡിയോയിലായിട്ട് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.